IPL-ൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ മുംബൈ ഇന്ത്യൻസ് താരം തിലക് വർമ്മ റിട്ടയർഡ് ഔട്ടായിട്ടാണ് കഴിഞ്ഞ ദിവസം മടങ്ങിയത്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു താരത്തിന്റെ മടക്കം. മത്സരത്തിൽ മുംബൈ പരാജയപ്പെടുകയും ചെയ്തു. കളിക്കളത്തിൽ പല താരങ്ങളും റിട്ടയർഡ് ഹർട്ടാകുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ അപൂർവമായി മാത്രമാണ് ഒരു താരം റിട്ടയർഡ് ഔട്ടാകുന്നത്. എന്താണ് റിട്ടയർഡ് ഹർട്ടും റിട്ടയർഡ് ഔട്ടും തമ്മിലുള്ള വ്യത്യാസം? അതാണ് ക്രിക്കറ്റ് ലോകത്ത് ഈ മണിക്കൂറുകളിൽ പ്രധാന ചർച്ചയാകുന്നത്. ഒരു താരത്തിന് പരിക്കേറ്റതുകൊണ്ടോ ഒഴിവാക്കാൻ കഴിയാത്ത മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ തന്റെ ബാറ്റിംഗ് തുടരാൻ കഴിഞ്ഞില്ലെങ്കിൽ റിട്ടയർഡ് ഹർട്ടാകാം. ഇതിന് അമ്പയറുടെ അനുമതി ആവശ്യമാണ്. ഈ താരത്തിന് എപ്പോൾ വേണമെങ്കിലും ബാറ്റിംഗ് പുനരാരംഭിക്കാം. എന്നാൽ അമ്പയറുടെ അനുമതിയില്ലാതെ ക്രീസ് വിടുന്ന താരങ്ങളാണ് റിട്ടയർഡ് ഔട്ടിലേക്ക് നീങ്ങുന്നത്. എതിർ ടീം ക്യാപ്റ്റന്റെ അനുമതിയുണ്ടെങ്കിൽ ഇത്തരം താരങ്ങൾക്ക് വീണ്ടും ബാറ്റ് ചെയ്യാം. എന്നാൽ താരം വീണ്ടും ക്രീസിലെത്തുന്നില്ലെങ്കിൽ അത് റിട്ടയർഡ് ഔട്ടായി പരിഗണിക്കും. ബാറ്റിംഗ് ശരാശരി കണക്ക് കൂട്ടുമ്പോൾ നോട്ട് ഔട്ട് ആണെങ്കിൽ ഒരു താരത്തിന്റെ ആവറേജ് വർദ്ധിക്കും. അതുകൊണ്ടാണ് അനുമതിയില്ലാതെ ക്രീസ് വിടുന്നവർ റിട്ടയർഡ് ഔട്ടാകുന്നത്. IPL-ൽ റിട്ടയർഡ് ഔട്ടാകുന്ന 4ാമത്തെ താരമാണ് തിലക് വർമ്മ. മുൻപ് രവിചന്ദ്രൻ അശ്വിൻ, സായി സുദർശൻ, അഥർവ തായിഡെ എന്നിവരും റിട്ടയർഡ് ഔട്ടെന്ന തന്ത്രം പ്രയോഗിച്ചിരുന്നു. ലക്നൌവിനെതിരെ തിലക് ബാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുകയായിരുന്നു. അവസാന 7 പന്തിൽ മുംബൈക്ക് വിജയിക്കാൻ 24 റൺസ് വേണമെന്നിരിക്കെയാണ് തിലക് തന്റെ വിക്കറ്റ് സ്വയം നഷ്ടപ്പെടുത്തിയത്. മത്സരത്തിൽ റൺസെടുക്കാൻ പാടുപെട്ട തിലക് നിർണായക സമയത്തും വമ്പൻ ഷോട്ടുകൾ ഉതിർക്കാൻ പാടുപെട്ടപ്പോഴാണ് റിട്ടയർഡ് ഔട്ടായി മടങ്ങിയത്. കളിയിൽ 23 പന്തിൽ 25 റൺസ് നേടാനേ തിലകിന് കഴിഞ്ഞുള്ളൂ. തിലക് പുറത്തായെങ്കിലും മുംബൈക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. ലക്നൌ നേടിയത് 12 റൺസ് വിജയം.